ഹായ്, നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം. ഇതിൽ എത്ര പേര് സിനിമ കണ്ടു എനിക്കറിയില്ല. സിനിമ കാണാതെ നിങ്ങളുടെ മുമ്പിലോ ഞങ്ങളൊക്കെ പറയുന്നതുകൊണ്ട് കാര്യമൊന്നും അറിയില്ല. എന്തായാലും നിങ്ങൾ പറ്റുന്ന പോലെയൊക്കെ സിനിമ പോയി കാണാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമുള്ള ഒരു പ്രൊജക്റ്റായിരുന്നു. കാരണം ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടർ സിനിമയെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ത്രില്ലർ സിനിമയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ കൊലപാതകമൊക്കെ ചെയ്യാൻ വേണ്ടി റെഡിയായിട്ടിരിക്കുമ്പോഴാണ് കോമഡി സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബ്രേക്ക് ആവശ്യമായിരുന്നു. കാരണം സ്ഥിരമായിട്ട് കൊല ചെയ്ത് ശരിക്കും ആരെങ്കിലും കൊല്ലോ പേടിച്ചിട്ടാണ് തോന്നുന്നു ഒരു കോമഡി സിനിമ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു വന്നത്. പക്ഷേ ഈ സിനിമയിലും ഉണ്ടായിരുന്നു ഡെഡ് ബോഡിയിലാണ് ജിത്തുചേട്ടൻ സിനിമ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി. എന്തായാലും ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾക്കും അഭിനയിക്കുമ്പോഴും അങ്ങനെ കുറേ ഇത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സിനോട് ഞാൻ ഇത്രയും പേർ ഒരുമിച്ച് ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. സിദ്ദിഖൊക്കെ ഉണ്ട്, മനോജേട്ടനുണ്ട്, ബൈജു ചേട്ടനുണ്ട്, സൈജു ചേട്ടനുണ്ട്, അജു ചേട്ടനുണ്ട്, ബിലു ചേട്ടനുണ്ട്, പിന്നെ അൽത്താഫുണ്ട്, ഗ്രേസ് ഉണ്ട്. അങ്ങനെ കുറേ ആക്ടേഴ്സുള്ള സിനിമയാണ്. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ കൂടെ ഒരുമിച്ച് അഭിനയിക്കുന്നത് എനിക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു. പിന്നെ ഹ്യൂമർ സിനിമ ചെയ്യുന്നത് അതിൻ്റേതായിട്ടുള്ള ഒരു ടെൻഷൻ നമുക്കും ഉണ്ട്. കൂടി പോവോ കുറഞ്ഞു പോവോ, ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് ട്രിക്കിയാണ്. പക്ഷെ എന്തായാലും ആൾക്കാർ ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. നമ്മൾ ചെയ്തത് ആൾക്കാർക്ക് വർക്കൗട്ട് ആവുന്നുണ്ട് എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷം. എല്ലായിടത്തും നല്ല അഭിപ്രായങ്ങളാണ് വരുന്നത്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഹൗസ്ഫുള്ളായിട്ട് സിനിമ എല്ലായിടത്തും കേരളത്തിലുടനീളം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കാണാത്തവരെല്ലാവരും പോയി സിനിമ കാണുക. അപ്പോൾ ഈ സിനിമയുടെ വിജയത്തിൻ്റെ ഭാഗമായ ഇങ്ങനൊരു അവസരം തന്ന ജിത്തു ചേട്ടനും റൈറ്റർ കൃഷ്ണകുമാരേട്ടനും മറ്റ് കോ ആക്ടേഴ്സിനും പിന്നെ ടെക്നിക്കൽ ക്രൂ ഇവിടെ ഇരിക്കുന്ന സതീഷ് ചേട്ടനും ആർട്ട് ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറുണ്ട്, ജയക്കയുണ്ട്, വിഷ്ണുണ്ട്, എഡിറ്ററുണ്ട്, പിന്നെ അതുപോലെ എൻ്റെ ചേച്ചിയുണ്ട്. അതുപോലുള്ള എല്ലാ ക്രൂവിനോടുള്ള നന്ദി അറിയിക്കുന്നു. സിനിമ കണ്ട് വിജയിപ്പിച്ച നിങ്ങളിലുള്ളവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഫോറം ആളിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്.